ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവില് മോർണിംഗ് ആക്ടിവിറ്റി ആണ് നടന്നത്. 7ന്റെ പണി എന്നാണല്ലോ ഈ സീസണിന്റെ ടാഗ് ലൈൻ. അതേപോലെ ഓരോ മത്സരാർത്ഥിക്കും ഒരു ടാഗ് ലൈൻ മുന്നോട്ട് വന്നു എന്ന് കൊടുക്കണം. ഇതാണ് ടാസ്ക്. ഓരോ ടാഗ് ലൈൻ കൊടുക്കണം. 7ന്റെ പണി പോലത്തെ ഒരു ടാഗ് ലൈൻ കൊടുക്കണം. ഒരാൾ പറഞ്ഞ ആളെ വേറൊരാൾക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അനീഷ് അക്ബറിനെ പറ്റിയാണ് കേട്ടോ സംസാരിച്ചത്. പാട്ടും ജീവിതവും എന്നൊരു ടാഗ് ലൈനാണ് അനീഷ് അക്ബറിന് കൊടുക്കുന്നത്. പ്രൊഫഷണലി പാട്ടുകാരനായ ഒരു വ്യക്തിയാണ്. ഭാവിയിൽ നല്ലൊരു പാട്ടുകാരനാവണം, വലിയൊരു പാട്ടുകാരനാവണം എന്നൊക്കെ പറഞ്ഞ് അക്ബറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അക്ബറിനെ പറ്റി പോസിറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട്. അക്ബർ അനീഷിനെ പറ്റി തിരിച്ചെന്താണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ പറയാം. പിന്നെ ഷാനവാസ് നെവിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. കുട്ടികളുടെ തോഴൻ എന്ന് വിളിക്കുന്നുണ്ട് നെവിനെ. അത് ഫാമിലി വീക്കിൽ ഷാനവാസിന്റെ മോള് വന്ന സമയത്ത് നെവിനാണ് മോളെ കൂട്ടി കൊണ്ട് നടന്നത്. അപ്പൊ അതുകൊണ്ട് നെവിൻ കുട്ടികളുടെ തോഴനാണെന്ന് പറയുന്നുണ്ട്. ഈ മോഷണം അങ്ങനെയുള്ള കുട്ടിക്കളികളൊക്കെ ഉണ്ടല്ലോ നെവിന്റെ, അപ്പൊ അതൊക്കെ എടുത്തു പറയുന്നുണ്ട്. പിന്നെ അക്ബർ അനീഷിനെ പറഞ്ഞ ഒഴുക്കിനെതിരെ നീന്തുന്നവൻ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഒറ്റപ്പെടൽ എന്ന സ്ട്രാറ്റജി മുറുകെ പിടിച്ച് മുന്നോട്ട് പോയതിൽ അസാമാന്യ ഗട്സ് വേണം എന്നൊക്കെ പറഞ്ഞ് അനീഷിനെ പുകഴ്ത്തുന്നുണ്ട്. ഇതൊരു രീതിയിൽ വിമർശനവും അതേസമയം തന്നെ പുകഴ്ത്തലുമാണ് കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടിയാണ്. അനീഷേടൻ ആ സ്ട്രാറ്റജിയിൽ നിന്ന് താഴേക്ക് വന്ന് നമ്മളോട് മിണ്ടിയപ്പോഴാണ് ഇമ്പാക്ട് കിട്ടിയത്. അനീഷേടൻ 50 എപ്പിസോഡ് വരെ അതൊക്കെ മുറുക്ക പിടിച്ചു തന്നെ നിന്നു. അനീഷേട്ടന്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്ന സമയത്ത് പോലും അനീഷേട്ടനെ ഞങ്ങൾ കൂട്ടം കൂടി നിന്ന് ആക്രമിച്ചിട്ടുണ്ട്. അത് അക്ബർ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അവിടെയും അനീഷേട്ടൻ ഒഴുക്കിനെതിരെ നീന്തിയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ആ ഒരു സെൻസിൽ അനീഷേട്ടൻ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുത്ത് വിജയിച്ചിട്ടുണ്ട് എന്ന് അക്ബർ പറയുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ കൊട്ടി കൊടുക്കേണ്ട സ്ഥലത്ത് കൊട്ടിയും പിന്നെ എന്താ പറയാ പുകഴ്ത്തേണ്ട സ്ഥലത്ത് പുകഴ്ത്തിയും അക്ബർ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ നൂറ അനുമോളെ പറ്റി കരച്ചിൽ റാണി എന്ന് പറയുന്നുണ്ട്. പിന്നെ നെവിൻ നൂറ സ്ട്രോങ് വുമൺ ആണ്, ഉരുക്ക് വനിതയാണെന്ന് പറയുന്നുണ്ട്. ടിക്കറ്റ് ഫിനാലെ കളിച്ച് നേടിയ ഒരു കാര്യമൊക്കെയാണ് നെവിൻ എടുത്തു പറയുന്നത്. പിന്നെ അനുമോള് ആദില കല്ല് പോലൊരു പെണ്ണ് എന്നൊക്കെ പറയുന്നുണ്ട്. അയൺ ലേഡി ആദില നൂറയെ നിഴല് പോലെ കൊണ്ട് നടക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്, കണ്ണുപോലെ കൊണ്ട് നടക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. നൂറ കയറി വരണമെന്ന് വിചാരിച്ച് അതിലെ പല കാര്യങ്ങളും ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടെന്ന്. പിന്നെ ലൈഫ് എക്സ്പീരിയൻസ്, ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസുമായിട്ടാണ് അതിൽ ഇതിനകത്തേക്ക് വന്നത്. അതുകൊണ്ട് അതില കല്ല് പോലൊരു പെണ്ണ് അയൺ ലേഡി ആണെന്ന് പറയുന്നുണ്ട്. നെവിനും അനുമോളും പറഞ്ഞത് ഏകദേശം ഒരേ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ആദില മുൾച്ചെടികളിൽ ഊഞ്ഞാലാട് ഷോനവാസ് എന്ന് പറയുന്നുണ്ട്. എല്ലാം പേഴ്സണലി എടുക്കുന്ന ഒരു മനുഷ്യനാണ്. പല കാര്യങ്ങളും പേഴ്സണലി എടുക്കാറുണ്ട്. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് വളരെ പാവമായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് ആദില പറയുന്നുണ്ട്. പിന്നെ അതേപോലെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെയും പിന്നെ അനീഷിനെയും ഒരുപാട് കളിയാക്കി. ഈ ഒരു കാര്യം ഇത് സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ ആയിരുന്നിട്ട് പോലും കളിയാക്കി. എന്നിട്ട് കളിയാക്കരുതെന്ന് ആദില പറഞ്ഞ സമയത്ത് ഷാനവാസ് പറഞ്ഞത് എന്താണ് ഷാനവാസ് പറഞ്ഞതെന്ന് വെച്ചാൽ അവൻ അത്രയ്ക്ക് വിഷമാവാണ്, അവൻ ഇറങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ അതിൽ എടുത്തിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മോർണിംഗ് ആക്ടിവിറ്റി. 7 പേരേ ഉള്ളൂ. 7 പേരും മികച്ച രീതിയിൽ സംസാരിച്ചു എന്നുണ്ടെങ്കിലും അനീഷ് അക്ബറിനെ പറ്റിയും അക്ബർ അനീഷിനെ പറ്റിയും പറഞ്ഞ കാര്യങ്ങള് അടിപൊളിയായിരുന്നു കേട്ടോ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും